എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. Skywave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏദൻ ഗാർഡൻ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സമഗ്ര വയോജന പരിചരണ യൂണിറ്റ് മന്ത്രി വി അബ്ദുറഹ്മാൻ നാടിന് സമർപ്പിച്ചു. 1 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് ജില്ലാ ആശുപത്രിയിൽ വയോജന പരിചരണ യൂണിറ്റ് പ്രവർത്തന സജ്ജമായത്. ഒരു അമ്മ പറഞ്ഞത്, നല്ല വൃത്തിയുള്ള നല്ല സൗകര്യമുള്ള ഒരു ആശുപത്രിയായി നിലമ്പൂർ ആശുപത്രി മാറി, ഞങ്ങൾക്ക് തന്നെ വലിയ സന്തോഷമുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലേക്ക് ഒരു പൊതുസ്ഥാപനത്തെ വളർത്തിയെടുക്കുക എന്നുള്ള ചെറിയ കാര്യമൊന്നുമല്ല. അതിന് നഗരസഭ ചെയർമാൻ അടക്കമുള്ള നഗരസഭയുടെ അംഗങ്ങളെടുത്ത പങ്ക്, NRHM പോലുള്ള നമ്മുടെ ഏജൻസികൾ, നമ്മുടെ സൂപ്രണ്ട് അടക്കമുള്ള ഡോക്ടർ അടക്കമുള്ള നമ്മുടെ ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ, അതിൽ നഴ്സുമാരായാലും അനുബന്ധ ജോലി ചെയ്യുന്നവരായാലും ഡോക്ടേഴ്സായാലും ഒക്കെ തന്നെ ചെയ്യുന്ന പ്രവൃത്തി, അവരുടെ ആത്മാർത്ഥത, അതാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. ഇപ്പോൾ ഞാൻ നോക്കിയാണ് ആ ഒരു ചുരൽമല ദുരന്തം നടന്ന സമയത്ത് ഇവിടെ വന്ന് ആ ഒരു ദിവസം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. അന്നൊക്കെ തന്നെ നമ്മുടെ പൊതുപ്രവർത്തകരോടൊപ്പം തന്നെ നമ്മുടെ ഡോക്ടർമാരും നമ്മുടെ സേനാംഗങ്ങളൊക്കെ തന്നെ എടുത്ത ഒരു പ്രവൃത്തി, അതൊക്കെ തന്നെ കേരളത്തിൻ്റെ ഒരു മാതൃകയാണ്. കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് പൊതുസമൂഹത്തോട് ചേർത്ത് നിർത്താൻ, പൊതുസമൂഹത്തോടൊപ്പം അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് അന്നത്തെ ആ ഒരു ഏറ്റവും അപകടകരമായിട്ടുള്ള, ഏറ്റവും ദുഃഖകരമായിട്ടുള്ള, ദാരുണമായിട്ടുള്ള ആ സംഭവം നടന്ന ദിവസം ഇവിടെ കണ്ടത്. അപ്പോൾ ഇതിലൊക്കെ തന്നെ എടുക്കുന്ന ഒരു മുൻകൈ എന്നുള്ളത് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു മുൻകൈയാണ്, ഒരു നിലപാടാണ്. 15ാം ധനകാര്യ കമ്മീഷൻ ആരോഗ്യ ഗ്രാന്റിൽ ഉൾപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി നിലമ്പൂർ നഗരസഭയ്ക്ക് അനുവദിച്ച 1 കോടിയിലധികം രൂപ ചെലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച സമഗ്ര വയോജന പരിചരണ യൂണിറ്റിന്റെ ഉദ്ഘാടനമാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചത്. ഈ പദ്ധതിയിൽ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി പ്രവർത്തന സജ്ജമായ ജെറിയാട്രിക് വാർഡാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മന്ത്രി നാടിന് സമർപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു. സമഗ്ര വയോജന പരിചരണ യൂണിറ്റിന്റെ ഭാഗമായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകമായി 10 കിടക്കകളോട് കൂടിയ ജെറിയാട്രിക് വാർഡുകളാണ് യാഥാർത്ഥ്യമായത്. ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച യൂണിറ്റ് പ്രായമായവർക്ക് സൗഹൃദപരമായ ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങൾ നൽകും. പൂർണ്ണമായും ശീതീകരിച്ച റൂമാണ് ഉള്ളത്. 2 വാർഡിലും ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായ ഫോൾഡബിൾ ഗ്രാബ് ബാറുകൾ, ഷവർ സീറ്റുകൾ, കോർഡ് അലാറങ്ങൾ, ഉയർന്ന ടോയ്ലറ്റ് സീറ്റുകൾ എന്നിവയോടുകൂടിയ പുതിയ ടോയ്ലറ്റ് ബ്ലോക്കും നിർമ്മിച്ചിട്ടുണ്ട്. 10 കിടക്കകളിൽ 2 വീതം പവർ സോക്കറ്റുകൾ, വാക്വം ബോട്ടിൽ, ഫ്ലോമീറ്റേഴ്സ് എന്നിവയോടുകൂടിയ ഗ്യാസ് ഔട്ട്ലെറ്റുകൾ എന്നിവ ലഭ്യമാണ്. ജെറിയാട്രിക് വാർഡുകളിലേക്ക് 21 ലക്ഷം രൂപയുടെ അനുബന്ധ ഉപകരണങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ കക്കാടൻ റഹീം, PM ബഷീർ, UK ബിന്ദുസ്, കറിയാക്കിനാന്തോപ്പിൽ ഷൈജി ടീച്ചർ, കൗൺസിലർ ഗോപാലകൃഷ്ണൻ, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ TN അനൂപ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, നിലമ്പൂർ ആയിഷ, ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തിൽ, HMC അംഗങ്ങളായ E പത്മാക്ഷൻ, M മുജീബ് റഹ്മാൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K മോഹനൻ, പരുന്തൻ നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. എ+ വിഷൻ, നിലമ്പൂർ. ഒരു അടിപൊളി നാച്ചുറൽ പൂൾ റിസോർട്ട്, നല്ല 1.5 ജീപ്പ് സഫാരിയും ട്രെക്കിങ്ങും വൈൽഡ് ലൈഫ് സ്റ്റേയും ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നത്. ഇതെല്ലാം കൂടി ഒരു സ്ഥലത്തായാലോ? എന്നാൽ ഇതിലും ബെസ്റ്റ് ഓപ്ഷൻ വേറെയില്ല, നമ്മുടെ കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏദൻ ഗാർഡൻ. കക്കാടംപൊയിൽ വാട്ടർഫോൾസിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം അകലെയാണ് നമ്മുടെ ഈ ഏദൻ റിസോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്. റിസോർട്ടിനോട് ചേർന്നൊഴുകുന്ന അരുവിയും പ്രകൃതിയോട് ഇണങ്ങിയ കാലാവസ്ഥയും നിങ്ങൾക്ക് നൽകുന്ന റിഫ്രഷ്മെന്റ് ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്.
അത് മാത്രമല്ല നിലവിൽ 2 ദിവസത്തേക്ക് റിസോർട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് ഫ്ലാറ്റ് 10% ഓഫും റിസോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, ഏതെങ്കിലും ബുക്ക് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.